സുരേഷ് ഗോപിക്ക് മുല്ലപ്പ് കൊടുത്ത ആളുടെ തട്ടാണ്. അപ്പൊ അതേ പറഞ്ഞപ്പോ ആ പയ്യൻ എന്നെ വിളിച്ചില്ല. അപ്പൊ എന്റെ ചേട്ടൻ ചോദിച്ചു അതെ ഇനി പറഞ്ഞേക്കൊണ്ടോ അവളോട് ഈ തട്ടും ഇതൊന്നും ഇവിടെ കാണാൻ പാടില്ല, കണ്ടു കഴിഞ്ഞാലേ ഞങ്ങൾ ഇങ്ങനെയല്ല പ്രതികരിക്കാന്ന് പറഞ്ഞേക്കണ്ടോന്നാണ്. ധന്യയുടെ സ്ഥാപനം ഈ പൂക്കച്ചവടം പൂട്ടിക്കാനായിട്ട് പലരും ശ്രമിക്കുന്നുണ്ട്. ഈ സുരേഷ് ഗോപി ഒരുപാട് കാര്യങ്ങൾ വാഗ്ദാനം ചെയ്തു, അതൊക്കെ ധന്യക്ക് കിട്ടി, ഇനി ഇതിന്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പലരും ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ധന്യ പറയുന്നുണ്ട് ഞങ്ങളൊന്നും സുരേഷ് ഗോപിയോട് ആവശ്യപ്പെട്ടിട്ടില്ല, എങ്കിലല്ലേ അദ്ദേഹം തടയേണ്ടതിന്റെ കാര്യമുള്ളൂ. എന്താണ് സത്യത്തിൽ സംഭവിച്ചത്? അത് എന്താണെന്ന് വെച്ചാലേ നമ്മള് സുരേഷേട്ടൻ നമ്മളിതുപോലെ നമ്മുടെ മുമ്പത്തെ ഒരു ഇതുപോലെ വീഡിയോ വൈറലായതിനു ശേഷമാണ് അദ്ദേഹം നമ്മളെന്നെ കോണ്ടാക്ട് ചെയ്തത് ലിസോയ് ചേട്ടൻ മുഖാന്തരം. അപ്പോ അന്ന് എന്നോട് വിളിച്ച് പറഞ്ഞു കല്യാണത്തിന് ഇങ്ങനെ പൂവിന് ആവശ്യമുണ്ട്, അപ്പൊ ഇവിടെ വരുമ്പോ കാണണമെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ വന്നു നവംബറിൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഗുരുവായൂരില്. അപ്പൊ വന്നിട്ട് എന്നെ അവിടെ ഞങ്ങള് കച്ചവടം ചെയ്യുന്ന സ്ഥലത്ത് വന്ന് ഞങ്ങളെ കണ്ടു. അപ്പൊ ഞങ്ങളോട് ഇങ്ങനെ പരിപാടി ഉണ്ട് അങ്ങോട്ട് വരണം പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് ചെന്നു. അപ്പൊ നേരിട്ട് തന്നെ നമുക്ക് ഓർഡർ തന്നു, ഇങ്ങനെ ജനുവരിയിൽ മകളുടെ കല്യാണമാണ്, നമുക്ക് ഇങ്ങനെ പൂ വേണം 300 മുഴാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓർഡർ തന്നു. നമ്മളത് ഏറ്റെടുക്കും ചെയ്തു. നമ്മൾ അപ്പൊ പറഞ്ഞു വാഴനാരിൽ കെട്ടിയിട്ടാ വേണ്ടത്, അതെന്താ വേണ്ടെന്ന് വെച്ചാൽ ഈ വാഴനാര് എത്തിച്ചേരണം, എങ്ങനെയാ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ വേണ്ട എന്താ കാര്യങ്ങളൊക്കെ വേണ്ട, നമ്മളെ എങ്ങനെയാ വേണ്ടെന്ന് വെച്ചാൽ നമ്മൾ ചെയ്തു തരുന്നുണ്ട്, അതൊന്നും വേണ്ട, ബുദ്ധിമുട്ടുണ്ട ഏട്ടൻ ബുദ്ധിമുട്ടുണ്ട, നമ്മളതൊക്കെ ചെയ്തോളാം. നമ്മള് കല്യാണമായി, കല്യാണത്തിന് പറഞ്ഞ പോലെ തന്നെ പറഞ്ഞതിലും കൂടുതൽ നമ്മൾ കൊടുത്തു. കാരണം അത് നമ്മൾക്ക് ഏട്ടനോടുള്ള സ്നേഹത്താ. അത് അതില് നമ്മളൊരാളിനെ ഉൾപ്പെടുത്തില്ല, അത് ഞങ്ങൾക്ക് ഏട്ടനോടുള്ള സ്നേഹം കൊണ്ടാണ്. അപ്പൊ നമ്മളത് കൊടുത്തു. നമുക്ക് അതിന്റെ മുകളിൽ അതിന്റെ മുകളിൽ വേറെ ഒരു ലാഭങ്ങളും നമ്മൾ എടുത്തിട്ടില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സുരേഷ് ഏട്ടൻ എന്നുള്ള ഒരു വ്യക്തിക്ക് നമ്മൾ വേറെ ഒരു പാർട്ടി നമ്മൾ കാര്യങ്ങളൊന്നും നോക്കണില്ല. സുരേഷ് ഏട്ടന് ഞങ്ങൾക്ക് മുമ്പേ തുടങ്ങിയത് ഞങ്ങൾക്ക് നല്ല സ്നേഹം. അതുകൊണ്ട് സുരേഷ് ഏട്ടൻ ചെയ്ത ഒരുപാട് നന്മകളും കാര്യങ്ങളും അറിയാം. അപ്പൊ നമ്മള് അദ്ദേഹത്തിനുള്ളൊരു സ്നേഹത്തിന് പുറത്ത് നമ്മളത് കൊടുത്ത് നമ്മള് ആ പൂവിന് നമ്മളോട് പറഞ്ഞത് ആൾക്കാര്, നമ്മൾ കെട്ടിത്തരുന്ന ആൾക്കാർ നമ്മളോട് എത്രയാണോ പറഞ്ഞത് അത് തന്നെ നമ്മള് സുരേഷ് ഏട്ടനോട് പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ആ പൈസ വാങ്ങി അവർക്ക് കൊടുക്കും ചെയ്തു. അതിലെക്സ്ട്രാ നമ്മളൊന്നും അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടിട്ടില്ല, വാങ്ങിച്ചിട്ടില്ല. പിന്നെ ഞങ്ങള് തലേദിവസം കൊണ്ടുകൊടുക്കാൻ പോയപ്പോ അന്ന് നമുക്ക് ബാക്കി പൈസ തരുമ്പോ ഞങ്ങളുടെ മോന്റെ കയ്യില് ഞങ്ങൾക്ക് മോൻ കുഞ്ഞു ഭാവിയായിരുന്നു, ഇതിനേക്കാളും ചെറുതായിരുന്നു അന്ന്. അപ്പൊ അന്ന് മോന്റെ കയ്യില് ഒരു 5000 രൂപ അദ്ദേഹത്തിന്റെ ചേച്ചി കൊടുത്തു. സുരേഷേട്ടൻ പ്രത്യേകം മോന് കൊടുക്കാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മാത്രം, അതല്ലാണ്ട് അതിൽ കൂടുതൽ നമ്മളൊന്നും വാങ്ങിച്ചിട്ടില്ല, ഒന്നും ചോദിച്ചിട്ടില്ല. പിന്നെ പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹത്തിന് ശരിക്കും നമ്മളിപ്പോ നേരിട്ട് കണ്ട് സംസാരിക്കില്ലേ, നമ്മുടെ ഓരോ കാര്യങ്ങൾ ഓരോരുത്തരും ഓരോ നിവേദനമായിട്ടും ഒക്കെ കാര്യങ്ങൾ പറയണം ഉണ്ടാക്കണമൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ഒന്ന് നേരിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയായി കണ്ടാണ് എന്റെ ചേട്ടൻ ഇങ്ങനെ സുഖമില്ലാത്ത കാരണം വീടിന്റെ കാര്യമായാലും എല്ലാ കാര്യങ്ങളായാലും അതുകൊണ്ടാണ് ആരും ഇല്ലാത്ത കണ്ടാണ് മോർണിംഗ് വെച്ചിട്ട് ഇങ്ങനെ കച്ചവടം ചെയ്യേണ്ടി വരുന്നതും ഒക്കെ എന്നുള്ള അങ്ങനത്തെ ഒരു കാര്യങ്ങൾ നമ്മൾ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞാൽ ആൾക്ക് നമ്മളോട് ഈ ന്യൂസ് കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് ആൾക്ക് വേറെ ഒരു കാര്യങ്ങൾ ആൾക്ക് അറിയില്ല നമ്മളെ പറ്റിയിട്ട്. ഇതിപ്പോ ഈ സുരേഷ് ഗോപിക്ക് പൂ കൊടുത്തതിന്റെ പേരിലാണോ ഇപ്പൊ കട പൂട്ടിക്കാൻ ശ്രമിക്കുന്നത്, ഈ ഭീഷണി നേരിടുന്നത്? അത് കൊടുത്തതിന്റെ പേരിൽ നല്ല ചേച്ചി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഇപ്പൊ പറഞ്ഞാൽ അത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം തുടങ്ങിയിട്ട് നമ്മൾ കച്ചവടത്തിന് ഇറങ്ങുമ്പോഴായാലും നമ്മൾ കച്ചവടത്തിന് കണ്ടു കഴിഞ്ഞാലും ഇവിടെ എല്ലാവരും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കച്ചവടക്കാരൊക്കെ പറയുന്നതെന്ന് വെച്ചാല് നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മള് ചിലപ്പോ കച്ചവടം ചെയ്യില്ല, നമ്മൾ കുറച്ച് നാളായിട്ട് നമ്മൾ ചെയ്തിട്ടില്ല. ഇപ്പൊ ഉണ്ണിയുടെ മുടി മൊട്ടടിക്കാൻ പോയിട്ടൊക്കെ വന്നതിന് ശേഷം ചെയ്തിട്ടില്ല. കാരണം ഒന്നാമത്തെ ചേട്ടനും മോനും സുഖമില്ലാണ്ടിരുന്നു, പിന്നെ നല്ല മഴയായിരുന്നു. അപ്പൊ നമ്മൾ പൂവെടുത്താൽ നമുക്ക് നഷ്ടാണ് വരുന്നത്, അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റണില്ല. അപ്പൊ അതിന്റെ പേരില് നമ്മൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഫ്ലോപ്പ് വരുമ്പോ ഇതിന് പറഞ്ഞാൽ വെച്ചാൽ നമുക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇവിടെ നിങ്ങൾ വന്നിട്ട് നിങ്ങൾ വെറുതെ നിങ്ങൾ ന്യൂസ് ചാനലുകാരാണെന്ന് അറിയാണ്ട് വെറുതെ ജസ്റ്റ് ഒന്ന് വന്നാന്ന് വെച്ചാൽ മതി. എന്നെ അറിയോ, എന്നെ പറ്റി ചോദിച്ചു കഴിഞ്ഞാല് അപ്പൊ അറിയാം എന്താ ഇവിടെ ഉള്ളവർ പറയണേന്ന്. എനിക്ക് ഫ്ലാറ്റ് എടുത്തു തന്നിട്ടുണ്ട്, എനിക്ക് സ്വന്തമായിട്ട് വീട് വെച്ചത്. ഇന്നലെ അവിടെ ചെന്നപ്പോഴും കൂടി ചോദിച്ചു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ആ നല്ലൊരു മനുഷ്യൻ ഞങ്ങൾക്ക് ഒരു ഫ്ലാറ്റ് കൊടുത്തു തന്നില്ല, പക്ഷെ
അതിന്റെ പേരില് ആ ഒരു വീഡിയോ കണ്ടതിന്റെ പേരില് പാലക്കാട് വന്ന ഒരു ചേട്ടൻ ഞങ്ങൾക്ക് ഫ്ലാറ്റ് എടുത്ത് തന്നു. ആ ഫ്ലാറ്റിലാണ് ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്നത്. അതിന്റേതാ ഈ മാസം കഴിഞ്ഞ മാസം 15-ാം തീയതി അതിന്റെ ഡേറ്റ് കഴിഞ്ഞു. പക്ഷെ ഞങ്ങൾ ഓണറോട് പറഞ്ഞിട്ട് ഈ മാസം 15-ാം തീയതി ഒരു മാസത്തേക്കും കൂടി ഞങ്ങൾക്ക് നീട്ടി തരണമെന്ന് പറഞ്ഞിട്ട് ഈ മാസം 15-ാം തീയതി വരെ നീട്ടി ഞങ്ങൾ ചോദിച്ചിട്ടുള്ളൂ. ഞങ്ങളിപ്പോ അവിടുന്ന് ഒഴിഞ്ഞു കൊടുക്കണം. അത് ചില ആൾക്കാർ വന്നിട്ട് നമ്മളോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ നിങ്ങൾ പാർട്ടിക്കാരാണോ അത് നമുക്കറിയില്ല ചേച്ചി. നമ്മള് രാഷ്ട്രീയത്തിന്റെ ആൾക്കാരാണോ എന്താ എങ്ങനെയാന്നുള്ളത് അറിയില്ല. എനിക്ക് ഇതിന്റെ ആവശ്യമില്ല. നിങ്ങൾ ചെയ്യാൻ ഇനി നിങ്ങളിവിടെ കണ്ടു കഴിഞ്ഞാൽ വെച്ചാല് ഇങ്ങനെയൊന്നും ആവില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ എന്താ വെച്ചാൽ അങ്ങനെ ഒരു പ്രാവശ്യം ഞങ്ങള് നൈറ്റില് ചേട്ടൻ 2-3 പ്രാവശ്യം വയ്യാണ്ടായപ്പോ നൈറ്റില് തട്ടില് നിക്കാൻ വേണ്ടിട്ട് ഒരു പയ്യനെ നിർത്തിണ്ടായിരുന്നു. അപ്പൊ ആ പയ്യൻ ഇതുപോലെ നിന്നപ്പോ ആ പയ്യനെ വന്നിട്ട് ചോദിച്ചത്രേ, ഇത് സുരേഷ് ഗോപിയുടെ മോൾക്ക് സുരേഷ് ഗോപിക്ക് മുല്ലപ്പ് കൊടുത്ത ആളുടെ തട്ടാണ്. അപ്പൊ അതേ പറഞ്ഞപ്പോ ആ പയ്യനെ എന്നെ വിളിച്ചില്ല. അപ്പൊ എന്റെ ചേട്ടൻ ചോദിച്ചു അതെ ഇനി പറഞ്ഞേക്കൊണ്ടോ അവളോട് ഈ തട്ടും ഇതൊന്നും ഇവിടെ കാണാൻ പാടില്ല, കണ്ടു കഴിഞ്ഞാലേ ഞങ്ങൾ ഇങ്ങനെയല്ല പ്രതികരിക്കാന്ന് പറഞ്ഞേക്കണ്ടോന്ന്. നമ്മള് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു. പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഇത് അവിടെ നിന്നും മറ്റേ ക്യാമറ വെക്കാത്ത കണ്ട് അവിടെ ഉണ്ടായിരുന്ന ക്യാമറയില് അത് അവരെന്നെ പെട്ടൂല. അത് കണ്ട് അവർക്ക് ശരിക്കും സാർമാർക്ക് ശരിക്കും അത് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ സാർമാർ ഞങ്ങളോട് പറഞ്ഞു, മക്കള് വിഷമിക്കണ്ട, നിങ്ങൾ അവിടെ നിക്ക്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാന്ന് വെച്ചാല് ജസ്റ്റ് ഒരു കോൾ ആരെങ്കിലും വിളിച്ചാൽ മതി, അല്ലെങ്കിൽ സ്റ്റേഷനിലേക്ക് തന്നെ വിളിച്ചാൽ മതി. ഇന്ന പ്രശ്നമുണ്ട്, നമ്പറൊക്കെ അപ്പൊ തന്നെ നോട്ട് ചെയ്യാം, അപ്പൊ നമുക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ അപ്പൊ തന്നെ ചെയ്യാൻ, നിങ്ങൾ വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ മറ്റുള്ളവർ അങ്ങനെയല്ല ഇവിടെ കാണുന്നതേ. നമ്മൾക്ക് കച്ചവടം ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് നമുക്ക് കൊറേ പൈസയൊക്കെ സുരേഷേട്ടൻ തന്നുണ്ട്. പിന്നെ ഭീഷണിയുണ്ടോ? കൊല്ലും എന്നൊക്കെയുള്ള ഭീഷണികളുണ്ടോ? കൊല്ലുന്ന് പറഞ്ഞാൽ തന്നെ ഇങ്ങനെയൊക്കെ പറയുമ്പോ അങ്ങനെ തന്നെയല്ലേ നമ്മൾ ചിന്തിക്കുക. ഇങ്ങനെ ആവില്ല പ്രതികരിക്കാന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം നമ്മളെ വല്ലതും ചെയ്യുന്നൊക്കെയല്ലേ. ഓക്കെ. അപ്പൊ ഇനി എന്താ ഇതുമായിട്ട് ഇത് മുന്നോട്ട് പോകാനാണോ അതോ സുരേഷ് ശ്രമിക്കുന്നുണ്ടോ? സുരേഷ് ചേട്ടനെ അറിയിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്നലെ അവിടെ ചെന്നത്. പക്ഷെ ഇന്നലെ അവിടെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റിയില്ല അദ്ദേഹത്തിനോട്. നമുക്ക് എന്തായാലും ഇത് അദ്ദേഹത്തിനെ അറിയിക്കണം എന്നുണ്ട്. കാരണം ഇപ്പോഴും ഞാൻ പറയുന്നു, എനിക്ക് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വേറെയുള്ള സഹായങ്ങളൊന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല. കാരണം ഒരുപാട് ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ട്, നമ്മള് പണിയെടുക്കാൻ മടിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെയൊന്നുമല്ല, നമുക്ക് പണിയെടുക്കാനോ ഇതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. എന്റെ കുഞ്ഞാവെന്ന് വെച്ചിട്ട് എനിക്ക് വേറെ ജോലിക്ക് പോകാൻ പറ്റില്ല. പിന്നെ ചേട്ടനാണെന്നല്ല ഹാർട്ട്നെസ്, അയാൾക്ക് ഇടയ്ക്കിടയ്ക്ക് ആൾക്ക് സുഖമില്ലാണ്ടാവുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് വേറെ പണിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു തൊഴിൽ തന്നെ, ഈ ഒരു തൊഴിൽ നമ്മൾ ചെയ്യുന്നോണ്ട് മറ്റുള്ളവർക്ക് എന്താ ബുദ്ധിമുട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ തൊഴിൽ ചെയ്യുന്നുണ്ട്. ഇത് മാത്രം സുരേഷ് ചേട്ടൻ ഞങ്ങളിപ്പോ 3 കൊല്ലായിട്ടുള്ള ഈ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട്. കാരണം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ അപ്പൊ തുടങ്ങി ഞങ്ങൾ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പൊ അതിനേക്കാൾ മുമ്പൊക്കെ ഉള്ള ആൾക്കാർക്കൊന്നും ഇങ്ങനത്തെ ഒരു കിട്ടിയില്ലല്ലോ. ഞങ്ങളാണെച്ചാല് ലോകം മൊത്തം അറിയണ ഒരു ഇതായി പോയില്ലേ. അങ്ങനത്തെ ഇതാണോ എന്താന്ന് മനസ്സിലാവണില്ല. എല്ലാവരും അത് ഭയങ്കര ഒരു ഇത്. ഇപ്പൊ നമ്മള് ഇറങ്ങുമ്പോ തന്നെ, നമ്മൾ കച്ചവടത്തിന് ഇറങ്ങി നമ്മളെന്നെ കാണുമ്പോ തന്നെ ആൾക്കാർക്ക് അവരങ്ങനെ ഇങ്ങനെ പൂ വിൽക്കാനേ നമുക്ക് പറ്റില്ല. പിന്നെ ഓരോരുത്തർ വരുമ്പോഴായാലും നമ്മളോട് കച്ചവടത്തിന്റെ അടുത്ത് വരുമ്പോ നമ്മളോട് ചോദിക്കാം, നിങ്ങൾക്ക് ഇനി ഇതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് സുരേഷ് ഗോപി കാണില്ല. അപ്പൊ ഞാൻ എന്ത് തന്നാ പറയുന്നത്. അദ്ദേഹം തന്നെ ഒരുപാട് ബുദ്ധിമുട്ടില്ല കഴിഞ്ഞ് പോണായിരുന്നു മോളുടെ കല്യാണം കാര്യങ്ങൾ. അതിന്റെ ഇടയിൽ ഞങ്ങളെ സഹായിക്കുന്ന ആൾക്ക് പറ്റുമോ? നമ്മള് ഒരു സഹായം നമ്മളോട് പൂവ് ഏൽപ്പിച്ചു, നമ്മളത് അദ്ദേഹത്തിന് കൊടുത്തു. അത് നമുക്ക് തന്ന ജോലിയാണ്, നമ്മൾ ഭംഗിയായിട്ട് കൊടുത്തു. അതല്ലാണ്ട് അതിലും കൂടുതൽ നമ്മള് എനിക്ക് വീട് വേണം ഏട്ടാ, അല്ലെങ്കിൽ എനിക്ക് ഇന്ന സഹായങ്ങൾ വേണം ഏട്ടാ, അങ്ങനെയൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്ന തെറ്റല്ലേ. ഞങ്ങൾ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. എനിക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ന്യൂസ് അദ്ദേഹത്തിന്റെ പേരിൽ ഒരുപാട് ഫേക്ക് ന്യൂസുകൾ ഇവിടെ വരുന്നുണ്ട്. അതില്ലാണ്ടാക്കണം. അത് പാർട്ടിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ലാത്ത ഞാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് അദ്ദേഹത്തിനോട് അത്രയും സ്നേഹവും മനസ്സിലുള്ള കാരണം കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നേരിട്ടൊന്ന് കണ്ട് എനിക്ക് ഒന്ന് പറഞ്ഞാൽ മതി ഈ കാര്യങ്ങള്. കാരണം ഒരിക്കലും തെറ്റിദ്ധാരണ ഒരാളുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല. കാരണം അതുപോലെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. കാരണം ആള് സഹായിക്കാന്ന് പറഞ്ഞ ഒരുപാട് വ്യക്തികളുണ്ട്. ഇപ്പൊ നാളെ മരിച്ച ആ ചേട്ടന്റെ കുടുംബത്തിന് വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ന്യൂസൊക്കെ വന്നോണ്ടിരിക്കുമ്പോ അവര് വിചാരിക്കും, ആള് ഇത് വെറുതെ പറയണ ന്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് പറയണ്ട, നമുക്ക് അങ്ങനെയൊന്നും സഹായം കിട്ടില്ല എന്നാണ്
ഓരോരുത്തർ തെറ്റിദ്ധരിക്കുക അല്ലെ. ഞാൻ അതുകൊണ്ടാ പറയണത്, ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു വാഗ്ദാനങ്ങളും അദ്ദേഹം തന്നിട്ടില്ല, അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. ഓരോ കാര്യങ്ങളും ഓരോരുത്തർ പറഞ്ഞുണ്ടാക്കുന്നതാണ്. ഈ ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യം മറ്റുള്ളവരെ അറിയിക്കണം, അത്ര മാത്രമല്ല. ഇത് അദ്ദേഹത്തിന്റെ അടുത്തും എത്തണം. ഞങ്ങൾ അദ്ദേഹത്തിന് പ്രതീക്ഷിച്ചൊന്നല്ല ഒന്ന് കണ്ടു. എനിക്ക് ഈ ഒരു ന്യൂസ് നേരിട്ട് കണ്ട് പറയാൻ വേണ്ടിട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ തന്നെ അതിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങള് മിശ്രവിവാഹ. അപ്പൊ അതിന്റെ ഒരു ഫണ്ട് ഞങ്ങക്ക് ഗവൺമെന്റിന് കിട്ടാണ്ട്, അത് കേന്ദ്ര ഗവൺമെന്റ് നമ്മളെ ഇതിലേക്ക് ഈ ഗവൺമെന്റിന് കൊടുത്തിട്ട് നമുക്ക് കിട്ടേണ്ടതാണ്. ആ ഒരു പൈസയുടെ കാര്യം മാത്രം അദ്ദേഹം പറ്റും, അദ്ദേഹത്തിന് ഇപ്പൊ സാധിക്കുന്നിട്ടാൽ മാത്രം ഒന്ന് ഞങ്ങക്ക് ആ ഒരു ഹെൽപ്പ് ചെയ്തു തന്നു കഴിഞ്ഞാൽ വലിയൊരു സഹായമായി. വേറെ ഒരു സഹായങ്ങളും ഞങ്ങൾ അദ്ദേഹത്തിന് പ്രതീക്ഷിക്കും. കാരണം അദ്ദേഹത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുള്ള, ഞങ്ങളെക്കാളും വിഷമിച്ച് നടക്കുന്ന എത്രയോ കുടുംബങ്ങളും ആൾക്കാരുണ്ട്. അവർക്കൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. പിന്നെ ഒരുപാട് ഇപ്പൊ ഒരു കേന്ദ്രമന്ത്രി കൂടിയാണ്, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട്. അതൊക്കെ ആൾക്ക് നടത്തണ്ടേ. അപ്പൊ അതിന്റെ ഇടയിൽ ഞങ്ങൾ ഒരു ബുദ്ധിമുട്ടായിട്ട് ചെല്ലുന്നില്ല. ഇത് ഇങ്ങനെയെങ്കിലും അദ്ദേഹത്തിന് എത്തിയാൽ മതി, അത്രേ ഉള്ളൂ.